അപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റി എനിക്ക് മനസ്സിലായത്. അതെ, കീമോയൊക്കെ കൊടുത്തിരുന്നു. വീട്ടുകാരെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. 1 മന്തിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഷീ ക്യാൻ ഡു ഹെർ വർക്ക്. ഇപ്പൊ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഓക്കെ. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മളോടൊപ്പം പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. ഇത് ഇവരുടെ 6th വിസിറ്റ് ആണ്. ഇവരുടെ ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ ഇവർക്ക് എങ്ങനെയുണ്ടെന്നും കൂടാതെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാം. മാമിന്റെ പേരെന്താണ്? അംബിക. പേഷ്യന്റ് പേരെന്താ? വരലക്ഷ്മി. എത്ര വയസ്സുണ്ട്? ഒരു 50+ ഉണ്ട് മാഡം. ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങള് സൈദാബാദിനാ വരുന്നത്. സൈദാബാദ് അല്ലേ? ഓക്കെ. ഓക്കെ മാഡം. പേഷ്യന്റ് ആരായിട്ട് വരും മാഡത്തിന്റെ? എന്റെ അമ്മയാണ് മാഡം. മദർ അല്ലേ? ഓക്കെ. ഇവിടെ വരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? അത് സ്പൈനൽ എന്നാ പറഞ്ഞത്. സ്പൈനൽ ക്യാൻസർ. ഓക്കെ. ആദ്യം ഞങ്ങൾക്കത് എന്താന്ന് മനസ്സിലായില്ല. പിന്നീട് എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവര് ഞങ്ങളോട് കീമോ എടുക്കാൻ പറഞ്ഞിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്നൊക്കെ അവര് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ടെൻസ്ഡായി. ഞങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞാണ് ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞത്. കീമോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ പേഷ്യന്റ് മരിച്ചു പോകുന്നൊക്കെ അവര് പറഞ്ഞു. വി കാൻ ടേക്ക് റിസ്ക് ഓൺ ദാറ്റ്. അതുകൊണ്ട് എവിടേക്ക് വന്നേ. ആദ്യം എഴുന്നേറ്റിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഇപ്പൊ 1 മാസത്തോളമായിട്ട് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് അമ്മയ്ക്ക്. അമ്മ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷീ ക്യാൻ ഡു ഹെർ വർക്ക്. ഓ, ഓക്കെ. വർക്കിന് പോകുന്നുണ്ട്. 1-2 കിലോമീറ്ററോളം അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം സാധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇതിനു മുമ്പ് അമ്മയ്ക്ക് ഇരുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. ഓക്കെ. നല്ല വേദനയുണ്ടായിരുന്നു. ഉറങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കും അമ്മ. ഇപ്പൊ ഞങ്ങള് 5th ഡോസിന് വേണ്ടിയാ വന്നിരിക്കുന്നത്. നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇപ്പൊ എന്റെ മക്കളെ പോലും നോക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും, അവരെ സ്കൂളിലാക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. സോ അതുകൊണ്ട് ഞങ്ങള് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും സന്തോഷമാണ് ഇപ്പോ. ബിക്കോസ് വി ഗോട്ട് എ ഗുഡ് റിസൾട്ട്. മാം, ഇത് സ്പൈനൽ ക്യാൻസർ ആണെന്നല്ലേ പറഞ്ഞത്? ഇത് സ്പൈനലിലായിട്ടാണ് വന്നതെന്ന് നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്തത്? അതായത് ആക്ച്വലി അമ്മ താഴെ വീണിരുന്നു. അപ്പൊ ഞങ്ങൾ എക്സ്റേ എടുത്ത് നോക്കി. ഫസ്റ്റ് ഡേ തന്നെ അമ്മയെ അഡ്മിറ്റ് ആക്കി. അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിരുന്നു. അപ്പോ സർജറി ചെയ്യാന്നാണ് അവര് പറഞ്ഞത്. പിന്നീടാണ് അവര് ലാസ്റ്റ് സ്റ്റേജില് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ കീമോ കമ്പൽസറി ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എടുത്തപ്പോഴേക്കും എല്ലാം പടർന്നു കഴിഞ്ഞിരുന്നു ആ സമയത്ത്. സോ അവര് ഞങ്ങളോട് പറഞ്ഞത് ഒരു 3-4 സ്റ്റേജൊക്കെ ആയെന്നാണ് അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. കീമോയാകുമ്പോ ഓൾറെഡി അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ, നല്ല വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോ എഴുന്നേക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞങ്ങള് നോർമൽ മെഡിസിനിലേക്ക് വരാനുണ്ടായ കാരണം. റിലേറ്റീവ്സും പിന്നെ നിയർ ഫ്രണ്ട്സ് അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതുപോലെ മെഡിസിൻ ഉണ്ട്, അത് സ്ലോ ആയിട്ടാ റിക്കവർ ചെയ്യുന്നതെങ്കിലും നന്നായിട്ട് മാറും എന്നൊക്കെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കീമോ കൊടുത്തിട്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ അമ്മയെ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച കൂട്ടിക്കൊണ്ടുവന്നേ. ടിൽ നൗ ഞങ്ങളിപ്പോ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മുഴുവനായിട്ട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യോ ഞങ്ങള്. ഓക്കെ. മാഡം തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഇവിടെ വന്നേന്ന്. നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ. നിങ്ങളുടെ ഫാമിലിയില് അമ്മയ്ക്കാണോ ആദ്യമായിട്ട് ക്യാൻസർ വരുന്നത്? അതെ അതെ. ഇതുവരെ മറ്റാർക്കും വന്നിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സിനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതുവരെ ആർക്കും ക്യാൻസർ വന്നിട്ടില്ല. ഇതെങ്ങനെയാ വന്നേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ. ക്യാൻസറിനെ പറ്റി മറ്റെന്തെങ്കിലും ഐഡിയ ഉണ്ടോ മാമിന്? എന്താണ് ക്യാൻസർ, എന്തുകൊണ്ടാ വരുന്നതെന്നൊക്കെ? അറിയില്ല മാഡം, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ക്യാൻസർ വന്നാല് വളരെ ബുദ്ധിമുട്ടാണ്. കീമോയൊക്കെ കൊടുക്കുന്നത് കാരണം നല്ല ക്ഷീണം ഉണ്ടാവും, ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നത് അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഈ ക്യാൻസർ ലേറ്റ് ആയിട്ടാ കണ്ടുപിടിച്ചതെന്നൊക്കെ. ലാസ്റ്റ് സ്റ്റേജിൽ പോയിട്ട് കീമോ കൊടുത്താൽ പോലും അവരെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെ മിസ്സാക്കി. അതുകൊണ്ട് അവര് ഞങ്ങളോട് ഇവിടെ വന്നൊന്ന് കാണിക്കാൻ പറഞ്ഞത്. പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഓക്കെ. ഇവിടെ വന്ന് മെഡിസിൻ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിശ്വാസമായി? അതെ, ഹോപ്പ് ഉണ്ട് ഇപ്പോ? അതെ അതെ. ഓക്കെ മാഡം. ട്രീറ്റ്മെന്റ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റിസൾട്ടോട് കൂടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം മാം. താങ്ക് യു. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.